നാം ഭവനത്തിലായിരുന്നു ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ദേവാലയത്തിൽ എങ്ങനെയാണോ നാം ആയിരിക്കുന്നത് അതേ വിശ്വാസത്തോടുകൂടെ അതേ ഭക്തിയോടുകൂടെ നമുക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് കുടുംബമായി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പ്രഭാതത്തിങ്കൽ ദൈവമേ, ഞങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വരുവാൻ സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിലും ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനും പ്രാർത്ഥിക്കുവാനും നൽകിയിരിക്കുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം കരേറ്റുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ആലയത്തെയും ഞങ്ങളുടെ ആലയത്തിലെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മഹാവ്യാധിയുടെ ശക്തി പൂർണ്ണമായും ക്ഷയിക്കുവാനും ദൈവമേ, ഞങ്ങൾക്ക് സഭകളിൽ കടന്നുപോയി അങ്ങേ ആരാധിപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനുമുള്ള സാഹചര്യത്തെ അങ്ങ് ഒരുക്കി നൽകണമേ. ദൈവമേ, ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് കാണുന്നതിനായി നന്ദി പറയുന്നു. വിശ്വാസത്തോടുകൂടെ ഭക്തിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഭവനങ്ങളിലായിരിക്കാൻ സഹായിക്കണമേ. ദൈവമേ, ഏകാഗ്രമായ ഹൃദയത്തോടുകൂടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാൻ സഹായിക്കണമേ. ദൈവമേ, ഇന്നത്തെ ആരാധനയെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ. ദൈവമേ, ഞങ്ങൾ ഭവനങ്ങളിലാണ് ആയിരിക്കുന്നതെങ്കിൽ പോലും ദൈവമേ, ദേവാലയത്തിലായിരിക്കുന്ന ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എളിയ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. സങ്കീർത്തനം 139 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെ ഉണ്ട്? പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ടുപോലെ നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായ എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ട് നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ചു. നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെ ഇരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചു അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളുടെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്തു നിവർത്തിച്ചും ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഉണ്ടാകട്ടെ. ഞാനിന്ന് വായിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർഥ്യരും മേദ്യരും എലോമ്യരും മെത്തപ്പൊത്തോമ്യയിലും യഹൂദ്യയിലും കപ്പത്തോക്യയിലും പൊന്തോസിലും ആസ്യയിലും ഫ്രഗ്യോയിലും ഹബൂല്യയിലും മിസ്രയീമിലും കുറോന്യയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രോത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല.
പകൽ 3 മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും. മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. ഈ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് അല്പനേരം ദൈവവചനം വായിച്ചു കേൾക്കാം. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26-ും 27-ാമത്തെ വാക്യവും 16-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞതു ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായിരിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിലെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയുവാൻ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വ
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പെന്തക്കോസ്ത് ഞായറാഴ്ചയായിരിക്കുന്ന ഇന്നത്തെ ധ്യാനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് കേൾക്കാം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടുന്നത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളോട് ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളിച്ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ ദൈവമേ അങ്ങയുടെ വചനത്തെ കേൾക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് വചനം കേൾക്കുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുവാനും അങ്ങയുടെ വചനത്തിന്റെ അർത്ഥം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിക്കുവാനും അങ്ങ് സഹായിക്കണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സഹായിക്കണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ ഞങ്ങളുടെ മേൽ പതിക്കുവാനും ദൈവമേ ആ നാവിലൂടെ അങ്ങയുടെ വചനം ദൈവമേ പങ്കുവയ്ക്കുവാനും സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ.
എളിയ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നാം ഇന്ന് വീണ്ടും ഒരു പെന്തക്കോസ്ത് ഞായറിലായിരിക്കുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന ദിനത്തെയാണ് പെന്തക്കോസ്ത് ദിനമെന്ന് പറയുന്നത്. പത്രോസ് യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ചായിരുന്ന സമയത്ത് പത്രോസിനെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം അവരോട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനത്തോടും സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഏകദേശം 3000-ഓളം ജനങ്ങളോട് സുവിശേഷം പറയുകയും അവിടെ ഉണ്ടായിരുന്ന 3000-ഓളം ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അതിനുശേഷം അവർ ഒരുമിച്ച് സ്നാനമെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു പെന്തക്കോസ്ത് ദിനത്തിൽ ക്രൈസ്തവ സഭയുടെ ജനനമെന്നും ഈ ദിവസത്തെ പറയാറുണ്ട്. നമുക്ക് വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും പരിശുദ്ധാത്മാവിനെ കാണുവാൻ സാധിക്കും. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ ആക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു കർത്താവ് ഭൂമിയുടെ സൃഷ്ടിപ്പ് സമയത്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂമി ഒരു പാഴും ശൂന്യമായിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് സകലത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത്. കന്യക പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയാകുന്നത്. വീണ്ടും പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് ഈ ലോകത്തിലോട്ട് വരുന്ന സമയത്ത് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. യേശു കർത്താവിനെ മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വേദപുസ്തകത്തിൽ പല ഭാഗത്തായിട്ട് പരിശുദ്ധാത്മാവിനെ കാണുവാൻ സാധിക്കും. നാം ഇന്ന് വായിച്ചു കേട്ട പഴയനിയമ വേദഭാഗത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ദൈവം യെഹെസ്കേൽ പ്രവാചകന് ഒരു ദൂത് കാണിച്ചു കൊടുക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകനെ ഒരു താഴ്വരയിലോട്ട് കൊണ്ടുപോകുന്നു. ആ താഴ്വരയുടെ മധ്യത്തിൽ യെഹെസ്കേൽ പ്രവാചകനെ ആക്കിയതിനു ശേഷം അവിടെയെല്ലാം സഞ്ചരിക്കുവാനായിട്ട്, അവിടെയെല്ലാം നടക്കുവാനായിട്ട് പറഞ്ഞു. ആ ഒരു താഴ്വരയിൽ അസ്ഥികളുടെ കഷ്ണങ്ങളാണ് നിറഞ്ഞ് കിടന്നത്. അസ്ഥികളുടെ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നത് ഉണങ്ങിയതായിട്ടുള്ള അസ്ഥികളുടെ കഷ്ണങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഒരു താഴ്വരയിലാണ് യെഹെസ്കേൽ പ്രവാചകനെ ദൈവം ആക്കിയിരുന്നത്. അതിനുശേഷം യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾക്ക് ജീവൻ ലഭിക്കുവാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുകയാണ്. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത് അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്നു. അവിടെ ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, ഈ അസ്ഥികളോടെല്ലാം ഒരുമിച്ച് കൂടുവാൻ വേണ്ടി നീ കൽപ്പിക്ക എന്ന് പറയുവാൻ പറഞ്ഞു. അങ്ങനെ യെഹെസ്കേൽ പ്രവാചകൻ അങ്ങനെ ദൈവം പറഞ്ഞതുപോലെ പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അസ്ഥി കഷ്ണങ്ങൾ ഉണങ്ങിയതായിട്ടുള്ള അസ്ഥി കഷ്ണങ്ങൾ എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരികയും പല കഷ്ണങ്ങളായിരുന്ന അസ്ഥികൾ പല ഭാഗത്തായിട്ട് ചിതറിക്കിടന്നു എങ്കിലും ഈ പറഞ്ഞ സമയത്ത് അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടി വരുന്നു. അതിനുശേഷം ഈ അസ്ഥിയുടെ മേൽ ഈ ഉണങ്ങിയതായിട്ടുള്ള അസ്ഥിയുടെ മേൽ മാംസം വരുന്നതും ഞരമ്പ് വരുന്നതും അങ്ങനെ ഈ അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടി വരുന്നത് നമുക്ക് ഈ ഒരു വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവാചകനോട് ഇങ്ങനെ പറയുന്നു, ഈ അസ്ഥികൾക്ക് ശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി, ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി, ആത്മാവ് പകരുവാൻ വേണ്ടി അവിടെ പറയുന്നു. ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറയുവാൻ വേണ്ടി യെഹെസ്കേൽ പ്രവാചകനോട് കൽപ്പിക്കുവാൻ പറയുന്നു. അത് ജീവനുള്ള മനുഷ്യരായിട്ട്, ജീവനുള്ള ഒരു വലിയൊരു സൈന്യമായിട്ട് മാറുന്ന ഒരു ദർശനമാണ് യെഹെസ്കേൽ പ്രവാചകനെ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഉണങ്ങിയതായിട്ടുള്ള അസ്ഥിയിൽ നിന്ന് ചിതറപ്പെട്ടതായിട്ടുള്ള അസ്ഥി കഷ്ണങ്ങളെ ദൈവം ഒരുമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജീവശ്വാസം നൽകിയതിനു ശേഷം ഒരു ശക്തമായ ഒരു സൈന്യമായി മാറുന്നത് നമുക്കിവിടെ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും,
നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേലാക്കും എന്ന് ദൈവം ഇവിടെ പറയുകയാണ്. അനേകം കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിലും ദൈവം നമ്മെ ബലപ്പെടുത്തുന്നത് ഇതുപോലെയാണ്. ഇന്നത്തെ സാഹചര്യം നമുക്ക് നോക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളെ പോലെ ആണെങ്കിൽ പോലും ദൈവത്തിന് അത് ജീവനെ നൽകുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും എന്ന് യേശു കർത്താവ് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കുമെന്ന് ദൈവം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം എല്ലാവരും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, ആലയത്തിൽ പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലും ദൈവം നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും, നിനക്ക് എൻ്റെ ആത്മാവിനെ പകർന്നു തരും എന്നാണ് പറയുന്നത്. നാം ഭവനങ്ങളിലാണ് ആയിരിക്കുന്നത് എങ്കിൽ പോലും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നു തരും എന്ന് പറയുന്നു. നാം ഇന്നത്തെ സാഹചര്യത്തെ നോക്കുമ്പോൾ ഒരു ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങളുടെ സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും പക്ഷേ ദൈവത്തിന് അതിനെ ഒരു ജീവനുള്ള ഒരു സൈന്യമാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ സാധിക്കും എന്നാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഇന്ന് ഈ ഒരു പെന്തക്കോസ്ത് ദിനത്തിലായിരിക്കുമ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതുപോലെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അനേകർക്ക് സുവിശേഷത്താൽ അനേകരെ നേടിയതുപോലെ നാമും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സഭകളെല്ലാം അടച്ച് ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങളെ പോലെ പല ഭാഗത്ത് ചിതറിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുന്നത് ദൈവത്തിന്റെ യേശുകർത്താവിന്റെ സുവിശേഷം നാം മറ്റുള്ളവരിലോട്ട് എത്തിക്കുവാൻ വേണ്ടിയാണ്. നാം ഇന്ന് ഈ ഒരു പെന്തക്കോസ്ത് ദിനത്തിലായിരിക്കുമ്പോൾ, നാം ഭവനത്തിലായിരിക്കുമ്പോൾ നമുക്കും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് സുവിശേഷം പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നാം അങ്ങനെ സുവിശേഷം പറയുമ്പോൾ, നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികളുടെ അവസ്ഥകളെ ഒരു ശക്തമായ സൈന്യമാക്കി മാറ്റുവാൻ സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടെ, എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം സകല ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ കർത്താവേ, ഈ സമയത്തൂടെ ഞങ്ങളുടെ സന്നിധിയിലൂടെ നിമിഷമായിരിക്കുവാൻ അനുസ്കരവിദ്യയും കൂടാൻ നീ പറയുന്നത് ഈശോയിൽ ഈ നിമിഷം വരെ നിങ്ങൾ ഓരോ കൃഷ്ണം അതുപോലെ കാര്യങ്ങളാക്കി ഞങ്ങൾ ഓരോരുത്തരെ മുഖ്യത്തായി നടത്തി കളിക്കാനെന്ന് പറയുന്നത് ഈശോയിൽ വരാവുന്ന രോഗങ്ങളും പ്രയാസങ്ങളും നോക്കിയ ഒന്നും വരുത്താതെ കൃഷ്ണമണിയെ കാത്തുവെച്ചാണ് ശ്രമിക്കാനെന്ന് പറയുന്നത് ഈശോയിൽ ഞങ്ങളുടെ പങ്കിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഞങ്ങളുടെ ആലയത്തിൽ വരുന്ന ഓരോ മക്കളുടെയും ഓരോ മക്കളെ ഇതിൻ്റെ കൃപയുടെ കാത്തുവെച്ചും പ്രാർത്ഥനയാണ് ഈശോ അവരെ സന്തോഷത്തിൻ്റെയും സമാധാന സമയങ്ങളിലായിരിക്കും ഞങ്ങളൊക്കെ വെച്ച് മാറാനും പ്രാർത്ഥിക്കുന്നതാണ് ഈശോയിൽ. അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ, വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ടുന്ന ആവശ്യമായി വേണ്ടുന്നതൊക്കെ ഇനി നൽകി കാത്തുവെച്ചും പ്രാർത്ഥിക്കുന്നതാണ് ഈശോയിൽ. മക്കളിൽ നിന്ന് പല രോഗങ്ങളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നിമിഷങ്ങളിൽ നിന്ന് എത്ര പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈശോ. അവിടെ നിന്ന് നമ്മുടെ കൂടെയേക്ക് മാറാൻ പ്രാർത്ഥിക്കുന്നത്, അവരുടെ രോഗങ്ങളിൽ നിന്ന് മാറ്റി നമുക്ക് മാറാൻ പ്രാർത്ഥിക്കുന്നത് ഈശോയാണ്. അനുഗ്രഹിച്ച കരങ്ങളാദ്യമേ ദൈവം അതെല്ലാം തൊട്ട് തലോടി നിന്ന് മാറ്റി മാറാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാം സത്യമായി ഒന്നുമില്ലെന്നാണ് ഈശോയാണ്. കണ്ണീരുകൊണ്ട് ദൈവം അംഗീകരിച്ച് അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ ദൈവമാണ് ദൈവം കൈവിടുന്നില്ലെന്നോ നാളെ ഈശോ. ഈ രോഗങ്ങളിലൊക്കെ ഈ ലോകത്തിൽ നിന്ന് ഓരോ രോഗികളിൽ നിന്നും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആയിട്ട് നമ്മൾ പ്രവേശിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് ഈശോ. എന്നാൽ മാത്രമേ ഇതിന് നിയമം ഒരു പോവഴി കണ്ടെത്തുവാൻ കഴിയുള്ളതാണ് ഈശോയെ. അങ്ങനെ അസഭ്യമായി ഒന്നുമില്ലെന്നോ നാളെ ദൈവമേ ഈശോയെ തന്നെ ഇപ്പോൾ ദൈവമേ നല്ല കാലാവസ്ഥ നമുക്ക് അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവമേലും ദൈവമേ ഓരോ മക്കൾക്കും ദൈവമേ പീഡികളാ ദൈവമേ വീടില്ലാതെ പലയിടങ്ങളിൽ പാടാനും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ദൈവമേ. വലിയ മഴകളിൽ ദൈവമേ വീടുകൾ ദൈവമേ പോകുന്നൊക്കെയും ചെയ്യുന്നത് നാഥ ഈശോയോട് വേണ്ടുന്ന ആഹാരം, വസ്ത്രം ദൈവം അവതരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമുക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കുന്നു. അതിൻ്റെ കൊടുതികളൊക്കെ ദൈവം വരാതെ വഴിക്ക് ദൈവമേ കാത്തുവെച്ചും പ്രാർത്ഥിക്കുന്നതായി ഈശോയെ. ലോകത്തിലെ ഓരോ മക്കളെയും കാത്തുവെച്ചും
വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നിന്ന് സുവിശേഷം പറയുന്ന ഓരോ മക്കളെ കൃപയാലെ കാത്തുവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അങ്ങയുടെ വചനവും ദൈവമേ ഈ ലോകം മുഴുവനും ദൈവമേ ചെന്നെത്തുവാൻ തന്നെ മക്കളെ ദൈവമേ അനുഗ്രഹിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ ആലയം ദൈവമേ തുറന്നു പ്രവർത്തിക്കുന്ന ദൈവം അതുവരെ ദൈവം അനേകർക്ക് വചനം പ്രഘോഷിക്കുവാനാഥ വചനത്താൽ ദൈവം അനേക ദൈവമേ അങ്ങനെ വചനം കേട്ട് മനം സങ്കടപ്പെടുവാൻ അങ്ങനെ മക്കളായി ദൈവമേ ഈ ലോകം മുഴുവൻ സ്നേഹത്തോടെ ദൈവമേ കരുതലായി സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് വീക്ഷിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ പ്രാർത്ഥനയുടെ അന്വേഷിച്ചു നാം തന്നെ പിതാവേ ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങൾ ഇന്ന് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ഞായറാഴ്ചയിലും അങ്ങേ ആരാധിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു.
ദൈവമേ, ഞങ്ങൾ വീണ്ടും ഒരു പെന്തക്കോസ്ത് ഞായറിലായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഉണങ്ങിയ അസ്ഥികളുടെ അവസ്ഥയിലാണ് എങ്കിൽ പോലും കർത്താവെ, ആ ഉണങ്ങിയ അസ്ഥികളെ വൻ സൈന്യമാക്കി മാറ്റി തീർക്കുമെന്ന് കാണിച്ച ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, ദൈവമേ, ഞങ്ങളുടെ ഈ സാഹചര്യങ്ങളെല്ലാം ദൈവമേ മാറുവാനും കർത്താവെ വീണ്ടും ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവമേ ഒരു അനുഗ്രഹമുള്ള ജീവിതം നയിപ്പാനും ദൈവമേ അങ്ങയുടെ സുവിശേഷം പങ്കുവയ്ക്കുവാനും സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, അനേക ഭവനങ്ങളിലായിരിക്കുമ്പോഴും കർത്താവെ അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കൂടെ ഇരിക്കണമേ. ദൈവമേ, പ്രത്യേകിച്ചും വിവിധങ്ങളായിട്ടുള്ള ഉപജീവനങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉപജീവനങ്ങളെല്ലാം അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, ആർക്കും ദൈവമേ ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലും ദൈവമേ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും അങ്ങ് നിറയ്ക്കണമേ. പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥകളെല്ലാം അങ്ങ് നൽകണമേ. ദൈവമേ, ആരും തന്നെ ദൈവമേ കഷ്ടതയിൽ ആയിരിക്കാതെ കർത്താവെ അവർക്ക് അനുഗ്രഹമായി അങ്ങ് കൂടെ ഇരിക്കണമേ. ദൈവമേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സൗഖ്യം നൽകണമേ. ദൈവമേ, അങ്ങയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആയിരിക്കാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് വളരെ വേഗം ദൈവമേ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാനും അങ്ങേ ആരാധിപ്പാനും സഹായിക്കണമേ. ദൈവമേ, അതുവരെയും ഭവനങ്ങളിലായിരിക്കുമ്പോഴും കർത്താവെ അങ്ങയോട് ചേർന്നിരിപ്പാൻ സഹായിക്കണമേ. വചനത്താൽ ബലപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുവാനും അങ്ങ് സഹായിക്കണമേ. ദൈവമേ, അങ്ങയിൽ ആശ്രയിപ്പാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞതായ സാഹചര്യത്തിൽ അങ്ങ് കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. എളിയ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ഫലദോഷങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്നും എന്നേക്കും നമ്മുടെ ഇവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആരാധന അവസാനിച്ചു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച എല്ലാവർക്കും സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.